സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മാതൃഭൂമി.കോമിലുള്ള ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം ജനങ്ങളോട് സംവാദിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോയിൽ കണ്ട ഒരു വിഷയം. അദ്ദേഹം പറയുന്നതായിട്ട് ഇങ്ങനെയാണ്: ജനാധിപത്യം ശരിയായ ഒരു ഭരണ സംവിധാനമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ജനാധിപത്യത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ചില ഏകാധിപത്യ രാജ്യങ്ങളിൽ ഇതിനേക്കാളും നല്ല ഭരണങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന ഒരു ടോക്കാണ്. ജനാധിപത്യത്തെ കുറിച്ച് അദ്ദേഹം ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ അനുഭവം വെച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ജനാധിപത്യമാണോ ഏകാധിപത്യമാണോ ശരിയായ വശം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇത് കേൾക്കുന്നവർക്ക് സ്വയം തോന്നിപ്പോകുന്നത് സ്വാഭാവികമാണ്. ശരിക്കും ഇവിടെ ജനാധിപത്യം ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ ജനാധിപത്യമാണോ ഒരു രാജഭരണത്തെയോ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തെക്കാട്ടിലൊക്കെ ബെറ്ററായി നിലകൊള്ളുന്നതെന്ന് എന്താ തോന്നുന്നത്? ലോകത്തെവിടെയെങ്കിലും ജനാധിപത്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും അതൊരു ഓൺഗോയിങ് എന്ന് ഇംഗ്ലീഷ് പറയാവുന്ന ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് ഈ ജനാധിപത്യ വൽക്കരണം എന്ന് പറയുന്നത്. ലോകത്തിന്നും കൃഷി സമൂഹം ഉണ്ടായതിനു മുമ്പുള്ള ഗോത്രവർഗത്തിനകത്ത് എന്നാൽ ഹണ്ടർ ഗാദറേഴ്സ് നമ്മൾ പറയുന്നതും ഉള്ള മനുഷ്യരുമുണ്ട്. കൃഷി സമൂഹങ്ങൾ കൃഷി ആരംഭിച്ച സമൂഹങ്ങളുണ്ട്. വികസിച്ച കൃഷി ചെയ്യുന്ന സമൂഹങ്ങളുണ്ട്. വ്യവസായം ആരംഭിച്ച സമൂഹങ്ങളുണ്ട്. വ്യവസായവൽക്കരണം വളരെയധികം വികസിച്ച സമൂഹങ്ങളുണ്ട്. ഇങ്ങനെ പല ഘട്ടത്തിലുള്ള മനുഷ്യ സമൂഹങ്ങളും പല ഘട്ടത്തിലുമുള്ള വികാസ ഘട്ടങ്ങളിലും കിടക്കുന്ന മനുഷ്യരുടെ ആകെയാണ് നമ്മൾ ഈ പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു ഭരണം എന്ന് പറയുന്നത് ഈ ഹണ്ടർ ഗ്യാദർ എന്ന് പറയുന്ന കാലത്തില്ല എന്ന് നമ്മൾ അറിയണം. ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയുന്നിടത്ത് ഒരു ഭരണ സംവിധാനമില്ല. കാരണം ഒരു ഗോത്രത്തിനകത്ത് ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന യുക്തികളേ ഉള്ളൂ. ഭരണം എന്ന് നമ്മൾ പറയുന്നത് ഒരു കൂട്ടര് മറ്റൊരു കൂട്ടരെ കീഴ്പ്പെടുത്തി നടത്തിയ പ്രയോഗ പ്രവർത്തനമാണ്. അങ്ങനെയാണ് ഈ ഭരണം വന്നത്. ആ ഭരണത്തിന് ഒരു ഗ്രാമത്തിനകത്തല്ലാതെ വേറൊരു വിഭാഗത്തിനെ കൂടെ പിടിച്ചുകൊണ്ടുവന്ന് കീഴ്പ്പെടുത്തി ഭരിക്കുക എന്ന് പറയുന്ന യുക്തിക്കകത്താണ്. അതുകൊണ്ടാണ് ഭരണം എന്ന് പറയുന്നതും ഭർത്താവ് ഭാര്യയെ ഭരിക്കുന്ന ആൾ എന്ന് പറയുന്ന ഭരണം നിന്നെ കീഴ്പ്പെടുത്തി നിൽക്കണം, രണ്ട് തരത്തിൽ നിൽക്കണം എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളൊക്കെ ലോകത്തുണ്ടായത് അങ്ങനെയാണ്. ആർക്കി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. അപ്പൊ ആ തരത്തിലുള്ള ഭരണ വ്യവസ്ഥകളുടെ തുടർച്ച ഏതാണ്ട് ഒരു 8000 തൊട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഈ ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതൊക്കെയാണ് അത്. പട്ടാളമുണ്ട്, പോലീസുണ്ട്, ജുഡീഷ്യറി ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് റൂളിങ്ങിന് വേണ്ടിയുള്ള അഡ്മിനിസ്ട്രേഷനാണ്. ആ റൂളിങ്ങിൽ നിന്ന് ഗവേണിങ്ങിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഈ സിസ്റ്റംസ് നേരത്തെ ഉണ്ടായിരുന്ന മറ്റു 3 സിസ്റ്റം, പട്ടാളവും പോലീസും ജുഡീഷ്യറിയും, സമൂലം അതിനോടൊപ്പം മാറേണ്ടതുണ്ട്. ഈ മാറ്റമാണ് ലോകത്ത് ജനാധിപത്യ സംസ്കാരം ലോകത്ത് രൂപപ്പെടുത്തിയതിന് ശേഷം വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ കുറേശ്ശെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജനാധിപത്യത്തിന്റെ ലോകം എന്ന് പറയുന്നത്. ഇങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അമേരിക്കൻ രാജ്യം അവര് ഫെഡറൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയാണ് ഒരു ഭരണഘടന. അത് ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ ഇന്ന് പറയുന്ന നമ്മളെ ഇന്ത്യൻ ഭരണഘടന എഴുതി വെക്കപ്പെട്ടിട്ടില്ലാത്ത ഒരെണ്ണമാണ് അവിടെ. അവരുടെ ഒരു ജോയിന്റ് ട്രീറ്റി പോലെ ഉണ്ടാക്കിയിട്ടേ ഉള്ളു. നമ്മൾ ഇന്ന് പറയുന്ന നിലവാരത്തിൽ സൂക്ഷ്മതയോടെ എഴുതപ്പെട്ട ഒരു ഭരണ സംവിധാനം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലുള്ള അത്രയും വേറെ എങ്ങും ഉണ്ടായിട്ടില്ല. പക്ഷെ വ്യത്യസ്തമായ രാജ്യങ്ങളിലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളിൽ രൂപപ്പെട്ടതാണ് ഇതെല്ലാം. ഇപ്പൊ നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ബലപ്രയോഗത്താൽ ഒന്നിപ്പിച്ച മേഖലകളിനകത്ത് വ്യത്യസ്തമായി ഒരു 400 രാജാക്കന്മാര് ഭരിച്ചുകൊണ്ടിരുന്ന പ്രദേശവും കൂടെയാണ്. സാമന്ത രാജാക്കന്മാരിരുന്നത്. അതിന് ബ്രിട്ടീഷുകാരുണ്ടാക്കി തന്ന
പട്ടാളം കൂടെ ചേർന്ന് ആ പട്ടാളത്തിന്റെ ബലത്തിലാണ് പട്ടേൽ ഈ ആളുകളെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറഞ്ഞ് ശരിക്കും പറഞ്ഞ ബലപ്രയോഗത്തിൽ രൂപപ്പെടുത്തിയ ഒരു രാജ്യമാണ് നമ്മള് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിവിധ ഭാഷയിലുള്ള ഭാഷാ സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ പിന്നെ ഉണ്ടാക്കാനും ആ നിലവാരത്തിലുള്ള കേന്ദ്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് പകരം രൂപപ്പെട്ടു പോകുന്ന ആ സിസ്റ്റങ്ങളൊക്കെ അങ്ങനെ തന്നെ ഭരണഘടനയിൽ എടുക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യവും കൂടെ നമ്മൾ കാണേണ്ടത്. ആകെ വന്നിരുന്നത് തെരഞ്ഞെടുപ്പിന്റെ യുക്തികളാണ്. അപ്പൊ ആ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് പ്രായപൂർത്തിയായ എല്ലാവർക്കും, ആണും പെണ്ണും പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാവർക്കും ഒരു വോട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജനാധിപത്യം ആരംഭിച്ച ഒരു 200 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഇംഗ്ലണ്ടില് ആദ്യം പ്രഭുക്കന്മാർക്ക് മാത്രമേ വോട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പുരുഷന്മാർക്ക് മാത്രമേ വോട്ടുണ്ടായിരുന്നുള്ളൂ. 200 വർഷത്തിന് ശേഷമാണ് 1936 ആയപ്പോഴാണ് 36 ഈ സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുന്നത്. വലിയൊരു പ്രോസസ്സാണെന്ന് അറിയണം. അത് കാരണം കൊണ്ട് ജനാധിപത്യം വന്നില്ലേ എന്ന് ചോദിച്ചാൽ 200 ചില്ലുവാനം വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു രാജ്യത്താണ് സ്ത്രീകൾക്ക് വോട്ട് വന്നതെന്ന് മറക്കരുത്. ഇതൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂളുകളുണ്ട്, ചിന്താ ഉപകരണങ്ങളുണ്ട്. അതില്ലാതെ ലോകത്തിനെ കണ്ടാൽ ഉണ്ടാകുന്ന അനുഭവ വിശദീകരണമാണ് നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഞാൻ കാണുന്നത്. ഞാൻ ടൂളില്ലാത്ത ഒരാള് ലോകത്തിനകത്തെ നന്മ തിന്മകൾ കണ്ട് നല്ലത് അതിനകത്ത് കുറച്ച് നല്ലതുണ്ട്, കുറച്ച് ഇതിനകത്ത് കുറച്ച് തിന്മകളുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ അതിനെയാണ് നെയ്വ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നെയ്വ് എന്ന് നമ്മൾ ബാലിശം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാഴ്ചയാണ്. അത് 1000 വർഷം ഒരാൾ കണ്ടാലും അങ്ങനെ കാണാനൊക്കത്തുള്ളൂ. അതൊരു മൈക്രോസ്കോപ്പ് ലോകത്ത് കാണാതെ നമുക്ക് എപ്പോഴെങ്കിലും ഈ ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട്, മൈക്രോബ്സ് ഉണ്ടെന്ന് കണ്ടെത്താൻ വഴിയില്ല. അതുപോലെ നമ്മൾ എത്ര നാള് ഇരുന്ന് സൂക്ഷിച്ച് ബുദ്ധൻ ധ്യാനിച്ച് കണ്ടുപിടിക്കുവോ? ഒന്നും കണ്ടുപിടിക്കാനൊക്കത്തില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന് ആ ടൂള് വേണം. അപ്പൊ മനുഷ്യ ചരിത്രത്തിനെ വിശകലനം ചെയ്യാനായിട്ട് ഇപ്പൊ കാർൽ മാർക്സ് ഉപയോഗിക്കുന്ന ഒരു ടൂളുണ്ട്. അദ്ദേഹം ഘട്ടം ഘട്ടമായിട്ടാണ് മനുഷ്യൻ വികസിച്ചതെന്ന് പറയുന്ന സമയത്ത് ഒരേ സമയത്ത് തന്നെ മനുഷ്യർ വികസിച്ചു എന്നാണ് പറയുന്നത്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഇതാണ് വികസിച്ച മുതലാളിത്ത സമൂഹത്തിനകത്താണ് സോഷ്യലിസവും അതിനുശേഷം കമ്മ്യൂണിസവും ഉണ്ടാകുന്നതെന്നൊക്കെ അദ്ദേഹം പ്രവചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു ടൂളാണ്. അപ്പോഴാണ് ആ ടൂൾ ഉപയോഗിച്ച് ലോകത്തിനെ മനസ്സിലാക്കുമ്പോൾ തൊഴിലാളി എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇല്ലാതെ പോയി എന്നുള്ളതും ആ വിവേചനം മറച്ചു വെക്കുന്ന ഒരു കൺസെപ്റ്റാണ് തൊഴിലാളി എന്ന് പറയുന്നതിനകത്തു നിന്നാണ് ഫെമിനിസം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. പുതിയൊരു ടൂളാണ്. ഈ 2 ഉണ്ടാകുന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞിട്ട് കറുത്ത തൊഴിലാളിയും വെളുത്ത തൊഴിലാളിയും ഉണ്ട്, കറുത്ത സ്ത്രീ തൊഴിലാളിയുണ്ട് എന്നൊക്കെ പറയുന്ന സവിശേഷമായ വ്യത്യാസങ്ങളെ കൂടെ കാണേണ്ടതുണ്ട്, കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ടൂൾ ഉണ്ടെങ്കിലേ നമുക്കത് കാണാൻ പറ്റൂ. ഇതുപോലെ ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ടൂളുകളില്ലാതെ ലോകത്തിനെ കണ്ടാൽ, അത് സഞ്ചരിച്ച് കണ്ടാലും വ്യത്യാസമൊന്നും വരത്തില്ല. കാരണം നന്മ തിന്മകളും നല്ലതും ചീത്തയും എന്ന് പറയുന്ന യുക്തികളിനകത്ത് നമ്മൾ ചെന്നുപെട്ടു പോകും. നമുക്ക് ഇതിന്റെ ട്രാൻസ്ഫോർമേഷന്, ഈ മാറ്റത്തിന് ഘടനാപരമായ സ്ട്രക്ചറൽ എന്ന് പറയും, ഘടനാപരമായ മാറ്റങ്ങൾ വികസിച്ചു വരുന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പം ജനാധിപത്യത്തിന്റെ അളവുകോല് വെച്ച് നമ്മൾ അത് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഏറ്റവും മുൻഗണന കൊടുക്കുന്ന സ്ഥലമാണ്. തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ബോധപൂർവം ഇപ്പൊ അദ്ദേഹം തന്നെ അതിനകത്ത് പറയുമ്പോൾ നമ്മളിത് പഠിക്കണം, നമ്മളിത് മനസ്സിലാക്കി പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ മനസ്സിലാക്കുന്നത് എവിടുന്നാണെന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിനകത്ത് ഇത് പഠിപ്പിച്ച് തുടങ്ങിയിട്ട്, ഭരണഘടന പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഈ 70 വർഷം കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ജനാധിപത്യപരമായ ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തീർത്തുമല്ല, തെരഞ്ഞെടുക്കാനായിട്ടുള്ള വോട്ട് കിട്ടിയ ഒരു സമൂഹം എന്ന് മാത്രമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതിന് പകരം
പെട്ടെന്ന് നമ്മൾ സൗദി അറേബ്യയിലോട്ട് നോക്കി അവിടുത്തെ രാജാവൊക്കെ അവിടുത്തെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളും ജീവിതവും ഒക്കെ ചെവ്വേ നേരെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അവിടെ ആ ഉണ്ടാകുന്ന ഓയിലിനകത്തെ പണം അവിടെ അസംബന്ധമായ രീതിയിൽ ലോകവ്യാപകമായ എത്രയോ സ്ഥലങ്ങളിൽ ആ രാജ്യത്തിന്റെ ധനം കൊണ്ടുപോയി അവര് ഉപയോഗിക്കുന്നുണ്ട് അവിടുത്തെ രാജാക്കന്മാർ. അതിനെപ്പറ്റി അവിടുത്തെ ജനങ്ങൾക്ക് അവയർനെസ് പോയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാതാണ്. കാരണം ഈ ഒട്ടകത്തിന്റെ പുറകെ നടന്നിരുന്ന ആൾക്കാർക്ക് ഒരു കാറ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോവും എന്ന് പറയുന്ന ബോധമേ അവർക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രാകൃതമായ ഇസ്ലാമിക് നിയമങ്ങൾ ഉപയോഗിച്ച് ഈ സൗദി അറേബ്യ ഭരിക്കുന്നത്. പ്രാകൃതമായ ഇസ്ലാമിക് നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഇന്ന് ആ പ്രാകൃത നിയമം ആ ഭരണ സംവിധാനത്തിന് തന്നെ തടസ്സമാണെന്ന് കണ്ടെത്തിയിട്ട് അയാള് ഈ അടുത്തിടയ്ക്ക് ഈ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, നമ്മളവിടുത്തെ സൗദി അറേബ്യയിലെ കൊള്ളാവുന്ന രാജാവ് പറയുന്നുണ്ട്, ഹദീസ് ഉണ്ടായത് ഒരു 100 വർഷം കഴിഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ ഖുറാനിൽ അത് പറഞ്ഞിട്ടില്ല എന്നും ഈ മുള്ളാമാര് അയാളുടെ മുകളിൽ ബലത്തോടെ ഇരിക്കുമെന്ന് മനസ്സിലാകുന്നു. അവര് അയാളെ ഭരിക്കാനായിട്ട് നിർണയിക്കുമെന്ന് മനസ്സിലായിട്ട് ഹദീസിന്റെ അടിസ്ഥാനം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് അവസാനത്തെ രാജവംശങ്ങളാണ് ഇതൊക്കെ. ലോക ചരിത്രത്തിനകത്തെ അവസാനത്തെ രാജവംശം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാര് ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6000-7000 വർഷമായതിന്റെ ഇനി അറ്റത്തെ കഥകളാണിതെന്ന് അറിയണം. അല്ല, നല്ല രാജാവ് ഒരു കാലത്തും ഉണ്ടാകത്തില്ല. രാജാവായിരിക്കുക എന്ന് പറയുന്നതാണ് അനീതി. അവിടെ നല്ല രാജാവില്ല. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണ്ടേ. പക്ഷെ ജനാധിപത്യം ലോകത്ത് ആരംഭിച്ചിട്ട് ക്രോംവെല്ലിന്റെ കാലത്ത് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഒരു സംവിധാനമാണ്. അത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളു. അതിന്റെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള കഴിവോ അവകാശമോ സ്വയം തിരിച്ചറിഞ്ഞ പൗരരെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയിനകത്ത് നമുക്ക് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന മേഖലയിലാണ് ഏറ്റവും വലിയ എക്സ്പെരിമെന്റുകൾ നടന്നിട്ടുള്ളതെന്നും അതിനുശേഷം ശരിക്കും പറഞ്ഞപ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവകാശബോധമുള്ള ജനത രൂപപ്പെട്ടിട്ടുള്ളതൊന്ന് കേരളത്തിലാണ് നമുക്ക് കാണേണ്ടത്. അത് ഇതുപോലെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോലും ഈ തരത്തിലുള്ള അവകാശബോധമുള്ള ജനത രൂപപ്പെട്ടിട്ടില്ല. അവിടെയാണ് രാഷ്ട്രീയവും സാമൂഹികവുമായ വിദ്യാഭ്യാസങ്ങൾ ഓരോ ഘട്ടത്തിനകത്ത് കൊടുത്ത് വികസിപ്പിച്ച് രൂപപ്പെടുത്തി കൊണ്ടുവരികയും അവകാശവും ഉത്തരവാദിത്വവും കടമയും ഉള്ള പൗരരെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വിദ്യാഭ്യാസ മേഖല വികസിക്കാതിരിക്കുന്നതാണ് നമുക്ക് ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ പ്രശ്നമായി നിൽക്കുന്നത്. വോട്ട് വാങ്ങിയാൽ മെജോറിറ്റേറിയനായി ഭരിക്കാം എന്ന് തിരിച്ചറിഞ്ഞ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ ചൂണ്ടിക്കാണിച്ച് ജനാധിപത്യം ഇല്ലാതായി എന്ന മോശമാണെന്നോ മാത്രം പറഞ്ഞുകൂടാ. വോട്ട് വോട്ട് ബാങ്കുകളെ കണ്ട് എന്നാൽ മതത്തിന്റെ നേതാക്കന്മാരായിരിക്കുന്നവര് രാജാവിനോട് ഉത്തരവാദിത്വമില്ലാതെ അതിൽ വരുന്ന ധനം ഉപയോഗിച്ച് സമൂഹത്തിനകത്ത് ബലമുള്ളവരായി മാറി അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ യുക്തിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യരുത്. ജനാധിപത്യപരമായ പൗരബോധ നിർമ്മാണത്തിനകത്ത് ക്ലാസ് റൂമുകളിനകത്ത് നടത്തേണ്ട ഒരു എക്സർസൈസ്, അതൊരു പ്രദേശത്ത് തന്നെ ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുക എന്നുള്ളതും അത് അടുത്ത ഒരു 100, 200, 300, 500 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ജനാധിപത്യത്തിന് വേണ്ടും വണ്ണം പോരാ എന്നൊക്കെ പറയുന്നത്. മനുഷ്യനെ ആലോചിച്ചാൽ, ഭാവിയിലേക്ക് ആലോചിച്ചാലും തുല്യത എന്ന് പറയുന്നതിൽ കവിഞ്ഞ ഒരു മെക്കാനിസവും ലോകത്തില്ല. എനിക്ക് പരസ്പര ബഹുമാനം ഉള്ള പൗരബോധം എന്ന് പറയുന്ന രൂപപ്പെടുത്താനായിട്ടല്ലാതെ അതിന് പകരം എന്തെങ്കിലും ആളുകൾക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അത് ഭൂമി ഉരുണ്ടതാണ് എന്നൊരാള് പറയുന്നത് പോലെ തന്നെ തിരിച്ചറിയേണ്ടതാണ്. സഹകരണത്തോടെ തുല്യരായ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ തുല്യർ, വ്യത്യാസങ്ങളില്ല എന്നുള്ള അർത്ഥമേ അല്ല. പൊക്കമുള്ളവനും വലിയവനും തടിയുള്ളവനും തടിയില്ലാത്തവനും ആണും പെണ്ണുമായിട്ട് വ്യത്യസ്തമായി നിൽക്കുന്നവരുടെ നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്ന നിലവാരത്തിൽ ജനാധിപത്യത്തിന് വേണ്ടി ഈ നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്ന
പ്രയോഗ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ തുല്യത മനസ്സിലാക്കേണ്ടത്. അതൊന്നും എവിടെങ്കിലുമൊക്കെ ആയിട്ടല്ല ജനാധിപത്യത്തിനെ ഇങ്ങനെ മറ്റേതെങ്കിലും ഒരെണ്ണത്തിനോട് മാറ്റി ഞാൻ പകരം എന്നൊക്കെ പറയുന്നതിനൊന്നും നമുക്ക് ഇതുവരെ വേറെ ഒന്നും ആലോചിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ പൊസിഷൻ എടുത്ത് സംസാരിക്കാൻ ഒരാൾക്കും കഴിയാത്തത്രയും അത് ചെറിയ കാലയളവിൽ, മനുഷ്യ ചരിത്രത്തിന്റെ കാലയളവിൽ 1000 വർഷമായിട്ടില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നല്ല രാജാവും ചീത്ത രാജാവിനെ പറ്റിയൊക്കെ അവര് സംസാരിക്കുന്ന നിലവാരത്തിലൊന്നും വെക്കാനൊക്കുന്ന ഒരു സ്ഥലവും ആയിട്ടില്ല. കാരണം പൗരബോധ നിർമ്മാണം എന്ന് പറയുന്നത് ഇന്ന് നമ്മളിപ്പോ ഈ ഇന്റർനെറ്റ് ഒക്കെ വന്നപ്പോഴാണ് നിയന്ത്രിതമായ, എന്നാൽ ഭരിക്കുന്ന ആളുകളുടെ മനസ്സിനെ രൂപപ്പെടുത്താതെ പകരം പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ പോലും രൂപപ്പെട്ടിരിക്കുന്ന കാലം ഇപ്പോഴാണ്. ഇതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും തന്നെ ഇങ്ങനത്തെ ഒരു വിഷയം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിരുന്ന് സംസാരിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിനകത്തൂടെയോ ഒരു മീഡിയയ്ക്ക് അകത്തൂടെയോ സംസാരിക്കാൻ കഴിയാത്തിടത്താക്കിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ റെസിസ്റ്റൻസിനെ പറ്റി, വ്യക്തിപരമായ അവകാശത്തിനെ പറ്റി, പോരാട്ടങ്ങളെ പറ്റി, സമരങ്ങളെ പറ്റി തിരിച്ചറിവുള്ള ജനതയാക്കി മാറ്റാതിരിക്കാൻ ഒരു വശത്ത് ഭരണക്കാർ എന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഇപ്പോഴും ജനാധിപത്യത്തിനകത്ത് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ ഭരണത്തിനാണ് പോകുന്നതെന്നും അവര് ഭരണത്തിനല്ല പോകുന്നതെന്ന് അവരോട് പോലും പറയേണ്ടതും വോട്ട് കൊടുക്കുന്നവരോടും പറയേണ്ടതാണ്. അവരെ ഭരിക്കാനല്ല നമ്മൾ അയക്കുന്നത്, നമ്മുടെ പ്രതിനിധികളാണ്. അവർ അവിടെ കയറുന്നത് ക്രമീകരണത്തിനും സേവനത്തിനുമാണ് എന്നുള്ള തിരിച്ചറിവ് വേണം. ഈ വിദ്യാഭ്യാസം വേണം എന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്ക് യോജിപ്പുണ്ട്. അത് കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലാണ്. അല്ല ജനാധിപത്യം ചില സമയങ്ങളിൽ വർക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ ബാലിശുദ്ധം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം ലോക ചരിത്രം അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, ലോക ചരിത്രത്തിന്റെ വികാസത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. ഇത് ഓരോ രാജ്യങ്ങളിനകത്ത് ഇപ്പൊ നമുക്ക് അവിടുത്തെ അട്ടപ്പാടിയിലെ ആദിവാസികൾ, അല്ലെന്നുണ്ടെങ്കിൽ കാട്ടിലുള്ള താമസിക്കുന്ന മനുഷ്യർ, അവരുടെ അടുത്ത് ഇന്ത്യ ഉണ്ടെന്ന് അറിയിക്കേണ്ട സ്ഥലങ്ങളിലാണ് നമ്മളുള്ളത്. അല്ല എന്തോ ജനാധിപത്യം കുറെ നാളായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയല്ലയോ എന്ന് ചോദിക്കുമ്പോ ഇതൊക്കെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയുന്ന. അടുത്ത ഒരു 200-300 വർഷം കൊണ്ട് മാത്രമേ പൊതുവായി ഒരു രാജ്യമോ അല്ല ആ രാജ്യത്തിനോട് പറ്റുന്ന നിലവാരത്തിലുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ഈ ഉണ്ടാക്കിയിരിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അഡ്മിനിസ്ട്രേഷൻ, പോലീസ്, പട്ടാളം, ജുഡീഷ്യറി, ഈ 4 എണ്ണവും രാജാക്കന്മാരുടെ സൃഷ്ടിയായിട്ട് നിൽക്കുന്ന ഹെറാർക്കിക്കലായിട്ടുള്ള സംവിധാനമാണ്. അതിനകത്ത് കയറിയിട്ട് നമുക്ക് ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതിനെ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ തോക്ക് കൊണ്ട് പ്രണയിക്കാൻ പറ്റുമെന്ന് ഒരാൾ പറഞ്ഞാൽ എത്ര തെറ്റുണ്ടോ, വെടിവെച്ചിട്ട് ഞാൻ പ്രണയിക്കും എന്നൊക്കെ പറയുന്നത് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നാ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ കഴിയില്ല. അതുകൊണ്ട് ഈ കേരളത്തിനകത്തെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയ അവര് പോയി രാജാവിന്റെ കൊട്ടാരത്തിൽ ഇരുന്നിട്ട് ജനാധിപത്യപരമായി പെരുമാറാൻ പറ്റത്തില്ല. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് പിണറായി. അവിടെ പോയി അയാൾ ഭരിക്കുകയാണ്, ഭരണത്തിലേറുകയാണ്, മുന്നിലും പുറയിലും പോലീസുകായിട്ട് നടക്കുകയാണ്. ഇതാണ് അസംബന്ധം എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ലോകത്ത് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള പ്രക്രിയയിലാണ് നമ്മളിന്നത്. നമ്മള് പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ പഞ്ചായത്ത് വികസിക്കാതിരിക്കുന്നത് ഈ പഴയ ഭരണ സംവിധാനം തടസ്സം പിടിക്കുന്നതുകൊണ്ടാണ്. ഇവിടുത്തെ ബ്യൂറോക്രസിയാണ് ഇരുന്ന ദിവസവും തടസ്സം പിടിക്കുന്നത്. അവരെ എല്ലാം എലക്ട് ചെയ്യേണ്ടതാണ്, ആ ബ്യൂറോക്രസിയൊക്കെ എലക്ട് ചെയ്യേണ്ടതാണ്, ഈ പ്രോസസ്സിൽ എത്തിച്ചേരേണ്ടതാണ്. ഈ പ്രോസസ്സ് കഴിയാതെ ജനാധിപത്യം വന്നു എന്ന് പറയാനൊക്കത്തില്ല. അത് കാരണം അതിനെ വിലയിരുത്താറായിട്ടില്ല എന്നും, അത് ലോകത്ത് നിർമ്മിച്ചുകൊണ്ട് ഒരു കുട്ടി വളർന്നു തീരുന്നതിന് മുമ്പ് അത് ഉത്തരവാദിത്തോടെ പെരുമാറിയില്ലെന്നാണ് ഈ പറയുന്നത്. ഈ പ്രോസസ്സുകളെ പറ്റിയുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ലോകത്ത് മറ്റൊരു ഓപ്ഷനും മനുഷ്യർക്കില്ല. ജനാധിപത്യപരമായി പെരുമാറി പഠിക്കുകയും ജനാധിപത്യപരമായി പരസ്പര സഹകരണത്തോടെ ലോകത്തിനെ നിർമ്മിക്കുക എന്ന് പറയുന്ന പ്രക്രിയയിൽ ഇടപെടുക എന്നുള്ളതല്ലാതെ മറ്റൊരു മെക്കാനിസം ലോകത്തില്ല. അല്ല നല്ല രാജാവ് ഉണ്ടെന്നൊന്നും ഒരു കാലത്ത് ഒരാൾ പറഞ്ഞുകൂടാ. അത് ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണ്.
അത് എത്ര സഞ്ചരിച്ചാലും എത്ര നാൾ ജീവിച്ചാലും ഒരാൾക്ക് തിരിച്ചറിവുണ്ടാകത്തില്ല. കാരണം അത് മനസ്സിലാക്കാനുള്ള ചിന്താ ഉപകരണങ്ങൾ അവരവരുടെ കൈവശം വേണം. ഇപ്പൊ നമ്മൾ ഈ എന്താണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര് വികസിച്ച സമൂഹങ്ങൾ എന്ന് നമ്മൾ പറയുന്ന നഗരങ്ങളിലേക്ക് കൊണ്ടുപോയി അവരുടെ അമ്മയും അച്ഛനെയും കൊണ്ടുവരുമ്പോൾ അവർ ഭയങ്കര ഒറ്റപ്പെട്ടതായിട്ട് അവിടെ ജീവിക്കാൻ വയ്യാത്തവരായിട്ടും ഒന്നും അറിഞ്ഞുകൂടാത്തവരായിട്ടൊക്കെ അവർ അനുഭവിക്കും. അപ്പൊ നമുക്കറിഞ്ഞൂടെ അങ്ങനല്ല. അത് അവരുടെ മനസ്സിലാക്കലിന്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അവർക്ക് ആ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളെ പറ്റിയുള്ള അറിവില്ലാത്ത കാരണം കൊണ്ട് ഒറ്റപ്പെട്ടവരായിട്ടിരിക്കും. ഞങ്ങള് കഞ്ഞി കറിയൊന്നും ഞങ്ങൾക്ക് പുഴുക്കൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള അർത്ഥമില്ല. ഈ ആധുനിക സൗകര്യങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടതെന്നുള്ള അറിവും കൂടെ വേണം. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഏകാന്തതയും ഒറ്റപ്പെടലും അപരിചിതത്വം ഒക്കെ മനുഷ്യർക്ക് അനുഭവിക്കും. അതൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങ് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണെന്ന് പറയുന്ന വല്യപ്പനും വല്യമ്മയും എന്തോ ശരി പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് മനുഷ്യ ചരിത്ര വികാസ ഘട്ടങ്ങളെ പറ്റിയുള്ള അറിവും ആ അറിവും വെച്ച് അതിനുള്ള പരിശീലനം കൊടുക്കുന്ന പൗരബോധ നിർമ്മാണത്തിനകത്ത് അത് അദ്ദേഹം സൂചിപ്പിക്കുന്നിടത്ത് നമുക്ക് യോജിപ്പാം. കാരണം അത് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനായിട്ട് താനേ പറ്റത്തില്ല. അത് വിദ്യാഭ്യാസപരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൂടെ മാത്രമേ ആ വിദ്യാഭ്യാസം നടക്കത്തുള്ളൂ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ഇത്തരത്തിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ടാകുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ്. രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുള്ള പുത്തൻ ജനാധിപത്യ സംവിധാനങ്ങളുള്ള രീതികളുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി പൊതുജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അതിനുള്ള പൗരബോധ നിർമ്മാണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് കാലതാമസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ചെയ്യാതെ പകരമാകത്തില്ല. ഇത് ചെയ്യപ്പെടാതെ ജനാധിപത്യത്തിൽ ചില മുഴുക്കുത്തുകളൊക്കെ ഉണ്ട്, ചില കുഴപ്പങ്ങളുണ്ട്, മറ്റേടത്ത് ചില അപ്പൊ നമുക്ക് അവിടുന്ന് എന്നാൽ നമ്മളെ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചില വീടിന്റെ മുൻവശം കൊള്ളാം, ചില വീടിന്റെ പുറവശം കൊള്ളാം, മറ്റേ വീടിന്റെ കാല് കൊള്ളാം, മറ്റേ വാല് കൊള്ളാമെന്ന് കണ്ടെത്തി അതെല്ലാം കൂടെ ചേർത്ത് ഒരു കൊള്ളാവുന്ന ഒരു വരയം ഉണ്ടാക്കി കളയാവുന്ന ആലോചിക്കുന്നത് സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഘടനാപരമായ ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലാത്ത ഒരാൾക്ക് പറയാമെന്നുള്ളതല്ലാതെ ജനാധിപത്യത്തിന്റെ ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എല്ലാ വകുപ്പും എല്ലാ വശങ്ങളും പകരമില്ലാത്തതാണ്. അതിനകത്തെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ജനാധിപത്യത്തിന് മാത്രമേ തിരിച്ചറിയാൻ പോലും പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ, മറ്റൊരു ഘടനയ്ക്കും അത് തിരിച്ചറിയാനൊക്കത്തില്ല. ജനങ്ങൾക്ക് തന്നെത്താൻ തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്നും ആ അവകാശം അനുസരിച്ച് പരസ്പര സഹകരണത്തോടെ ജീവിക്കേണ്ടതുണ്ടെന്നും സ്വത്തെന്ന് പറയുന്നത് പൊതുവാണെന്നും ആ പൊതുവായ സ്വത്ത് എങ്ങനെയാണ് ഏറ്റവും നീതിപൂർവമായി ഉപയോഗിക്കുന്നതെന്നും ഒന്നിച്ച് കണ്ടെത്തുന്ന രീതിയാണ് ജനാധിപത്യം നമ്മൾ പറയുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കേണ്ട പണിയാണ്. സ്വകാര്യ സ്വത്തുണ്ടെന്നും പബ്ലിക് എന്നാൽ പൊതുവായ സ്വത്തുണ്ടെന്നും ഇതിൽ ഏതാണ് നല്ലതെന്നും ചീത്തയെന്ന് പറയുന്ന ചർച്ചയൊന്നും അല്ലത്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ എന്നല്ലാതെ ഭൂമി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തിരിച്ചറിയുന്ന യുക്തിക്കകത്തല്ല അത് നിൽക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. ഇവിടെ ഉള്ള സമ്പത്ത് പൊതുവാണ്. അത് ഓരോ ആളിന്റെയും ഇനിഷ്യേറ്റീവ് അനുസരിച്ചിട്ട് അവരത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് പൊതുസ്വത്ത് വർദ്ധിപ്പിക്കുന്നതായി മാറുന്നതെന്ന് തിരിച്ചറിയുന്ന സ്ഥലമാണത്. അല്ലാതെ പബ്ലിക് റോഡ് കുറച്ചു പേർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് കണ്ടെത്തുന്ന യുക്തിയല്ലത്. പ്രൈവറ്റ് റോഡുകൾ ഉണ്ടാക്കുന്ന യുക്തികളല്ലത്. ഇതൊക്കെ ലോകത്തിനെ പറ്റിയുള്ള അറിവ്, ഭൂമിയെ പറ്റിയുള്ള അറിവ്. ലോകത്ത് എവിടെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഉൽപാദനം നടക്കത്തില്ലെന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. വടക്കേ ഇന്ത്യയിലെ ഗോതമ്പ് ഉണ്ടാകത്തുള്ളെന്നും തെക്കേ ഇന്ത്യയിൽ ഉണ്ടാകത്തില്ലെന്നും തെക്കേ ഇന്ത്യയിലെ അരി ഉണ്ടാകുന്നത് പോലെ വടക്കേ ഇന്ത്യയിൽ അരി ഉണ്ടാകത്തില്ലെന്നും ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാതെ ഒരു രാജ്യത്തിനകത്ത് ഇതെല്ലാം കൂടെ അങ്ങ് സംഭവിപ്പിച്ച് കളയാൻ പറ്റുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും പാടില്ല. അങ്ങനത്തെ അതൊക്കെയാണ് നെയ്വെന്ന് ഞാൻ ഈ പറയുന്നത്. ബാലിശമായ നിലപാടുകളാണ് അതൊക്കെ. മനുഷ്യർ സഹകരിച്ച് മാത്രമാണ്. എങ്ങനെയാണ് പാമോയില് ഇന്തോനേഷ്യയിൽ ഉണ്ടാക്കുന്ന പാമോയിൽ ഇന്ത്യയിലാണ് കൊടുക്കുന്നതെന്ന് ട്രേഡ് കൊണ്ടാണ് നമ്മൾ യോജിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. വ്യവസായം കൊണ്ടാണ് നമ്മൾ യോജിക്കുന്നുണ്ടെന്ന് അറിയേണ്ടതുണ്ട്.
അല്ലാതെ പഴയ രാജാക്കന്മാരുടെ അതിർത്തികൾ കാക്കുന്നതോ അതിർത്തിക്കകത്തെ സുഖസമ്പത്തുകളെ നിലനിർത്തുന്ന യുക്തിയേ അല്ലത്. സഹകരണത്തിൻ്റെതായ ഒരു ഭൂമി എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഉണർന്നിരിക്കുന്ന കാലത്ത് അതിന്റെ ആ ഭൂമിയുടെ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പ് ഒന്നാണെന്ന് തിരിച്ചറിയുന്നത്. പണ്ടങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല. ഒരു രാജ്യത്തിനകത്ത് സ്വത്തുണ്ടാക്കുന്നതായിരുന്നു ഏറ്റവും വലിയ കാര്യം. ബാക്കിയുള്ളവരെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് വരുന്നതായിരുന്നു യുക്തി. ആ യുക്തിക്ക് വിരുദ്ധമായിട്ടാണ് വ്യവസായവും വ്യാപാരവും വിനോദയാത്രയും വിദ്യാഭ്യാസവും ഒക്കെ നമുക്കുണ്ടായത്. മറ്റേത് ഒരു വള്ളത്തെ കയറി നമ്മളൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ അവിടുന്ന് അമ്പെയ്യും അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വെടിവെക്കുക എന്ന് പറയുന്ന യുക്തിക്കകത്തായിരുന്നു ലോകം ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മളൊരു കടലാസ് കഷ്ണം, പാസ്പോർട്ട് എന്ന് പറയുന്ന കടലാസ് കഷ്ണം കൊണ്ട് യാത്ര ചെയ്യുന്നിടം വരെ എത്തിയിട്ടുള്ളൂ എന്നൊക്കെ അറിയണം. അതുകൊണ്ട് ഈ വ്യത്യസ്തമായ വികാസഘട്ടങ്ങളിൽ കഴിയുന്ന ഭൂമിയിൽ മനുഷ്യർ യോജിച്ചുകൊണ്ടിരിക്കുന്ന യുക്തിക്കകത്ത് ജനാധിപത്യത്തിനല്ലാതെ മറ്റൊരു സംവിധാനത്തിനും ആ തരത്തിലുള്ള ഡയലോഗിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് ഇടമില്ല. ഇതുകൊണ്ടാണ് നമുക്ക് നോർത്ത് കൊറിയയും ഇന്ന് റഷ്യയായാലും യൂറോപ്പിലുള്ള ചില രാജ്യങ്ങളും അതേപോലെ ഇനി അമേരിക്ക പോലും എടുക്കാൻ മുഷ്കുകൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി നിർത്തിയിട്ടുള്ള ധനങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഇതൊന്നുമല്ല നമ്മൾ ഈ പറയുന്ന സാധനം. മനുഷ്യനെന്ന് പറയുന്ന ജീവി ഭൂമി എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അത് പരസ്പര ബഹുമാനത്തോടെ പെരുമാറാവെന്ന് തിരിച്ചറിയുന്ന കാലവും അധികകാലം ആയിട്ടില്ല. 300 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെ വിലയിരുത്താനായിട്ട് ഇപ്പൊ ഈ പറയുന്ന സഞ്ചാരം കൊണ്ടൊന്നും കഴിയില്ല. അത് വയസ്സിൽ സഞ്ചരിച്ച പോലെ തന്നെയാണ്. കണ്ണില്ലാതെയും കാതില്ലാതെയും യാത്ര ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതിൽ നിന്നൊന്നും നമ്മൾ പഠിക്കില്ല. ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ടൂളുകള്, മൈക്രോസ്കോപ്പ് വേണം മൈക്രോസിനെ കാണാൻ എന്ന് അറിയുന്നത് പോലെ ചിന്താ ഉപകരണങ്ങൾ വേണം. അല്ലാതെ ആളുകൾ യാത്ര ചെയ്താൽ പഠിക്കില്ല. യാത്ര ചെയ്യണമെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക് കാഴ്ചയ്ക്ക് ഉതകുന്ന നിലവാരത്തിലുള്ള അറിവുകൾ അതിനോടൊപ്പം സമ്പാദിച്ചു കൊടുത്തുകൊണ്ട് വേണം കാണാൻ. കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്ന് നമ്മൾ പറയുന്ന ആ കാഴ്ച ഉണ്ടാകണമെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചിന്താ ഉപകരണങ്ങൾ ആവശ്യമാണെന്നുള്ളതിന്റെ തെളിവ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഇന്ററാക്ഷനോ. അത്ര പൊതുജനം അല്ലെങ്കിൽ സാധാരണക്കാരൻ പൊതുവെ ഇഷ്ടപ്പെടുന്നത് അടിമകളായിരിക്കാനല്ലേ? പൊതുവെ പ്രത്യേകിച്ച് അല്ല, നിങ്ങൾ കുട്ടിക്കാലം തൊട്ട് അടിമയായിട്ട് അത് പശുവിനെ കൂട്ടിക്കിടക്കുന്നതല്ലയോ, തിരിച്ചു കൂട്ടിലോട്ട് വരുന്നില്ലയോ എന്നുള്ള ചോദ്യമാണ് ഈ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കോഴിയെ തുറന്നു വിട്ടാൽ കോഴി കൂട്ടി കയറുന്നില്ലയോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിന് മറ്റൊന്നും അറിഞ്ഞുകൂടാതിരിക്കുന്നതുകൊണ്ട്. എല്ലാ ഭാര്യമാരും വീട്ടിലെ അടിമയായിട്ട് കഴിയാനായിട്ട് തയ്യാറാണ്. അത് അവരുടെ ചോയ്സ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. രൂപപ്പെടുത്തുക, അതിനെയാണ് ബോൺസായി ആയി രൂപപ്പെടുത്തുക എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ ഈ ബാല്യകാലത്ത് ജനാധിപത്യത്തിനെ നിരാകരിച്ചുകൊണ്ട് പഴയകാല ഭൂതകാലം രാജാക്കന്മാരുടെ കാലം ബെറ്റർ ആയിരുന്നു എന്ന് അതാണ് ബി ജെ പിക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭൂതകാലം സുവർണകാലമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളില്ല. പണ്ട് ഒരു നല്ല രാജാവ് ഒരു കാലത്തും ഇല്ലെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അശോകൻ നല്ല രാജാവല്ല, അയാൾ ഭരിക്കുന്ന ആളാണ്. ഭരണമാണ് മോശം. സഹകരണവും പരസ്പരം പങ്കുവെക്കലുമാണ് ശരി എന്നറിയുന്ന അറിവിന്റെ വെച്ചിട്ടാണ് ഇതൊക്കെ അളക്കേണ്ടത്. എത്ര ബുദ്ധന്റെ വരികൾ അശോകൻ ലോകം മുഴുവൻ എഴുതി വെച്ചാലും അയാൾ രാജാവായിരിക്കുന്നിടത്തോളം കാലം അയാൾ ശരിയല്ല എന്നാണ് അറിയേണ്ടത്. അല്ലാതെ സുവർണ കാലഘട്ടങ്ങളൊന്നും പണ്ടില്ല. ലോകത്ത് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്ന അത്രയും സമ്പന്നതയോടെ, ഇത്രയധികം സൗകര്യങ്ങളോടെ, ഇത്രയും നല്ല ഒരു കാലം മനുഷ്യ കുലത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വരേണ്ടത്. ഇനിയും ഇത് മെച്ചപ്പെടുത്താനുണ്ടെന്ന് പറയുന്നിടത്താണ് നമ്മുടെയൊക്കെ ചർച്ച. അല്ലാതെ പണ്ട് കാലത്ത് അവരുടെ ശീലം അതാണെന്നാണ് നമ്മള് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പ്രശ്നമാണ് നമ്മുടെ. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസത്തിനകത്തൂടെ ജനാധിപത്യ പൗരബോധം നിർമ്മിച്ചെടുക്കണമെന്ന് പറയുന്ന പ്രശ്നം അതാ. അല്ലാതെ പകരം അതല്ല. അവര് സന്തോഷമായിട്ട് കഴിയുകയല്ലേ എന്ന് പണ്ടേ പറയും. ഭാര്യയും ഭർത്താവും കൂടെ സന്തോഷമായി കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലം ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയും.
അവിടെ ഒരു ഭർത്താവ് മാത്രമേ ഉള്ളൂ, അയാളുടെ എക്സ്റ്റൻഷൻ മാത്രമേ ഉള്ളൂ. അവിടെ രണ്ടുപേരില്ല എന്നാണ് നമ്മൾ അറിയേണ്ടത്. പഴയകാല സമാധാനം എന്ന് പറഞ്ഞാൽ രണ്ടുപേരില്ലാത്തടവാണ്. രണ്ടുപേരുള്ളിടത്ത് സമാധാനം ഇല്ലാതിരിക്കുന്നത് രണ്ടുപേര് വ്യത്യസ്തരായി വളർന്നത് കൊണ്ടാണ്. ആ വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോൾ തന്നെ സഹകരിക്കാവുന്നിടത്താണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതെന്ന് നമ്മളെ രണ്ടുപേരുള്ള വീട്. അല്ലാതെ ഒരാളുടെ എക്സ്റ്റൻഷൻ ആകുന്ന ഭർത്താവിന്റെ ഭാര്യയും അച്ഛന്റെ മക്കളുമായിരിക്കുന്നതല്ല ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനം എന്നറിയണം. രണ്ടുപേര് ചേർന്ന് വളരുന്ന മക്കള് തുല്യരായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സിനകത്ത് നിൽക്കുന്ന ആധുനിക ജനാധിപത്യ സംവിധാനത്തിലുള്ള കുടുംബത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ പണ്ട് കാലത്ത് അവർ സുഖകരമായി ജീവിച്ചു എന്ന് പറയുന്നത് അതിനെ അളക്കുന്ന അളവുകോലിനെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് ആൾക്കാർ പറയുന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ ചൈനയിൽ എല്ലാവരും സുഖകരമായി കഴിയുകയല്ലേ എന്ന് ചോദിക്കുന്നത് കണിശമാണ്. നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ എടുത്താലോ അല്ലെങ്കിൽ അമേരിക്കയിൽ എടുത്താൽ പോലും ചൈനയിലുള്ള അത്രയും സമ്പന്നത ഇന്ന് അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നു. പക്ഷേ ജനാധിപത്യപരമായ ഗുണപരത അതിലില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതിന്റെ സമരങ്ങൾ ഇനി അവിടെ ആരംഭിച്ചേ പറ്റൂ, അതല്ലാതെ അത് ശരിയാകത്തില്ല. അവിടെയാണ് ആ വ്യത്യാസം ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിനകത്ത് ഇപ്പൊ കേരളമാണെങ്കിൽ ജനാധിപത്യ ബോധ വികാസം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സ്വത്താണ് അവിടെ എപ്പോഴും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. അത് ഈ പഴഞ്ചൻ രാജ്യ സംവിധാനത്തിനകത്ത്, ഭരണ സംവിധാനത്തിനകത്ത് പെട്ടുപോയ ഒരു പ്രദേശം എന്നുള്ള നിലവാരത്തിലാണ് ഞാൻ അതിനെ കാണുന്നത്. സ്വതന്ത്രമായ ഒരു രാജ്യമാണ് ഇന്ന് കേരളമെങ്കിൽ ലോകത്തിനകത്ത് ഇത്രയും മെച്ചപ്പെട്ട ഒരു സംവിധാനം വേറെ എങ്ങും ഉണ്ടാകത്തില്ല. നന്നായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അവിടുത്തെ സ്വത്ത് വടക്കേ ഇന്ത്യയിലെ ബനിയാൻസ് അടിച്ചോണ്ട് പോകുന്നിടത്താണ് അവിടുത്തെ ബാങ്കിങ് സിസ്റ്റം നിൽക്കുന്നതെന്നൊക്കെ അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ നമുക്കത് കഴിയാതിരിക്കുന്നത്. നമ്മൾ ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് ഒന്നിച്ചു ചേർന്നു എന്നല്ലാതെ തുല്യമായ സംവിധാനമുള്ള ഫെഡറൽ സ്റ്റേറ്റുകളുടെ സംവിധാനമല്ല ഇന്ത്യയിൽ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ പരാജയങ്ങളുടെ സ്ഥലം. ഇതൊക്കെ അവിടെ പരിശോധിക്കേണ്ടതാണ്. ഓരോ സമൂഹത്തിനും അതിൻ്റെതായ വികാസ ഘട്ടങ്ങളുണ്ട്. അത് കോളനൈസേഷൻ നടന്നിട്ടില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിനകത്ത് അവിടെ അവർക്ക് ഒരിക്കലും വേറെ ആരെങ്കിലും അവരെ കീഴ്പ്പെടുത്തി ഭരിക്കുന്നില്ല, കൊള്ളയടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ കഴിഞ്ഞു പോയ ഒരു സമൂഹത്തിന്റെ അകത്തെ ഗതികേടും കൂടെ ചേർന്നതാണ് നമ്മുടെ രാജ്യങ്ങളൊക്കെ. അപ്പൊ ജനാധിപത്യ വികാസം വ്യത്യാസമായ പലതരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതിനെ വിലയിരുത്താറായിട്ടില്ല എന്ന് നമ്മളാണ് അറിയേണ്ടത്. അത് മാറ്റിവെച്ച് പറയുകയല്ല, അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അവിടെ ഞാൻ സന്തോഷിനോട് യോജിക്കും. ഇത് ഉണ്ടാക്കേണ്ട നമ്മൾ മാറുക എന്ന് പറയുന്ന ജനാധിപത്യ പൗരബോധ നിർമ്മാണം സ്കൂളിനകത്ത് വീടിനകത്ത് നടക്കത്തില്ല. നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ രാഷ്ട്രീയ പാർട്ടികളാണ് നിൽക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹിതം. ഇതൊക്കെ നമ്മൾ അറിയണം. അങ്ങനെ നിൽക്കുന്ന ആ സമൂഹത്തിനകത്ത് ജനാധിപത്യ സംസ്കാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഇതിന് പകരം മറ്റൊന്നില്ല എന്ന് തിരിച്ചറിവോടെ അതിനെ സമ്പുഷ്ടമാക്കുന്ന പ്രവൃത്തിയിലാണ് സഞ്ചാരം ചെയ്യുന്നതെങ്കിൽ ഞാൻ യോജിക്കും. അത്രേ പറയാനുള്ളൂ.